ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ മിനിശ്യാം, ഈ വാർഡിൻ്റെ കൗൺസിലർ ശ്രീമതി ജെസ്സി, നല്ല ഒരു പ്രസംഗം നമുക്ക് കാഴ്ചവെച്ച മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതോടൊപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായ അഡ്വക്കേറ്റ് മനോജ് കുമാർ, അതുകൂടാതെ ഈ സ്കൂളിൻ്റെ ഹെഡ് മിസ് യമുന മേഡം, അതോടൊപ്പം ശ്രീ ശ്യാമേടൻ, ഈ നാടിൻ്റെ സാമൂഹിക കാര്യങ്ങളിൽ എപ്പോഴും ഇടപെടുന്ന ജെയിംസ് ഏടൻ, എൻ്റെ നല്ലവരായ നാട്ടുകാർ, ആദ്യം തന്നെ ഇങ്ങനൊരു പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ വേദി കണ്ടെത്തിയതിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ നാട്ടുകാരൻ എന്ന നിലയിൽ. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കൗൺസിൽ കാലഘട്ടത്തിലൊക്കെ നിരന്തരം ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ മറ്റ് പൊതുവിദ്യാലയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ സ്കൂളിന്റെ പ്രവർത്തന രീതി കൂടുതൽ മാതൃകാപരമാണ്. കാരണം ഇങ്ങനെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനും അവതരിപ്പിക്കുവാനും പൊതുവിദ്യാലയങ്ങൾ മുന്നോട്ട് വരാത്ത സാഹചര്യത്തിലാണ് നമ്മുടെ അരേശ്വരി സ്കൂള് ഇതേ രീതിയിൽ മാതൃകാപരമായിട്ട് ഇങ്ങനെയുള്ള വേദികൾ പ്രയോജനപ്പെടുത്തുന്നത്. സത്യത്തിൽ സ്കൂളിന്റെ പ്രവർത്തന രീതി സ്കൂളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതിനപ്പുറം സാമൂഹികമായ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ അധ്യാപകരും PTA സംവിധാനങ്ങളും എല്ലാം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ വന്നതും എൻ്റെ നാട്ടുകാരുൾപ്പെടെയുള്ളവർക്ക് ആസ്വാദനകരമായ രീതിയിൽ ഈ പരിപാടി കാണാൻ സാധിക്കുന്നത്. നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച, അല്ലെങ്കിൽ സ്വപ്നങ്ങൾക്ക് ചിറക് വേണമെന്ന് ആഗ്രഹിച്ച APJ അബ്ദുൽ കലാം. കുട്ടികളുടെ കാര്യം പറയുമ്പോൾ അബ്ദുൽ കലാം എന്ന് പറയുന്ന ആ മഹാവ്യക്തിയെ മറന്ന് സംസാരിക്കാൻ പറ്റില്ല. ദാരിദ്ര്യത്തിൽ നിന്നും ഇല്ലായ്മയിൽ നിന്നും ജീവിതം പ്രതീക്ഷയോടെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച ഒരു പ്രമുഖനാണ് നമ്മുടെ APJ അബ്ദുൽ കലാം. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള എല്ലാ കുട്ടികളും, ഇപ്പോൾ നേരത്തെ പറഞ്ഞ അഡ്വക്കേറ്റ് മനോജ് കുമാർ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഇല്ലായ്മക്കാരനായിട്ട് വളർന്ന പൊതുവിദ്യാലയത്തിൽ പഠിച്ച് LLB എടുത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി 27ാമത്തെ വയസ്സിൽ കൗൺസിലറായി ഈ നിലയിലെത്തിയത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചതുകൊണ്ടല്ല. സാധാരണക്കാരനായി ജീവിച്ച്, സാധാരണക്കാരനായി പഠിച്ച്, സാധാരണക്കാരന്റെ വേദന മനസ്സിലാക്കി ജീവിതത്തെ ഒബ്സർവ് ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് വീക്ഷണമാണ്. ജീവിതത്തിന്റെ വീക്ഷണത്തിൽ സാധാരണക്കാരൻ വീക്ഷിക്കുന്നത് പോലെ മറ്റാർക്കും വീക്ഷിക്കാൻ സാധിക്കില്ല. അതിനാണ് ഞാൻ എടുത്തു പറഞ്ഞത്, നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഏറ്റവും വലിയ മനുഷ്യൻ APJ അബ്ദുൽ കലാമാണ്. ഇപ്പൊ ഈ വൈകിയ വേളയിൽ കൂടുതൽ ഞാൻ സംസാരിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ഈ സ്കൂളിന് വേണ്ടി മനോജ് ഏട്ടൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നപ്പോൾ ചെയ്ത പ്രവർത്തികളൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. വളരെ സാഹനീയമായ കാര്യമാണ്. കാര്യം മനോജ് ഏട്ടൻ എപ്പോഴും, കാര്യം അവിടുത്തെ മുൻ കൗൺസിലർ പ്രവീണായിരുന്നു. സത്യത്തില് ഒരു യാഥാർത്ഥ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, 2.5 വർഷം എനിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം മനോജേട്ടന് ശേഷം എനിക്കായിരുന്നു, അല്ലേ മനോജേട്ടാ? പക്ഷെ എനിക്ക് വേണ്ടെന്നാ പറഞ്ഞത്. എന്റെ നാട്ടുകാർക്കും അറിയില്ല സത്യം. ആ മനോജേട്ടനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഈ സത്യം ഞാൻ പറഞ്ഞത്, എനിക്ക് അധികാരമല്ല വേണ്ടത്, എന്റെ വാർഡിന്റെ വികസനമാണ്. പക്ഷേ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട് ഇരിക്കാൻ യോഗ്യൻ എന്തുകൊണ്ടും മനോജേട്ടനാണ്. ആ മനോജ് ചേട്ടൻ ഇരുന്നാ മതി എന്നുള്ള എന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ്. മനോജ് ചേട്ടൻ ശക്തമായിട്ട് 5 വർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് പ്രവർത്തിച്ചതും
ആ പ്രവർത്തനം മനോജ് ചേട്ടന്റെ ആയിട്ടുള്ള എല്ലാ കഴിവുകളും ഉപയോഗിച്ച് പ്രവർത്തിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിന് പല കാര്യങ്ങളും പല ആനുകൂല്യങ്ങളും അവിടെ എത്തിക്കാൻ സാധിച്ചു. പക്ഷെ ഞാൻ എന്റെ വാർഡിന്റെ വികസനങ്ങൾ പരമാവധി ആ രീതിയിൽ ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. അതിന് ഏറ്റവും മുഖ്യമായിട്ട് മനോജേട്ടൻ ഈ അവസരത്തിൽ കാര്യം ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പാർക്കിന്റെ കാര്യം ഉൾപ്പെടെ പദ്ധതിയിൽ കയറ്റിയ മനുഷ്യനാണ് മനോജേട്ടൻ. ആരും അറിയാതെ പദ്ധതിയിൽ കയറ്റിയിട്ട് നടപ്പിലാക്കി തന്ന ആളാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഓരോ പ്രതിഭകളും നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഇങ്ങനെയുള്ള സ്കൂളുകളിൽ നിന്നുമാണ്. അതിനുവേണ്ടി കുട്ടികള് പഠിക്കാൻ വിടുമ്പോൾ എല്ലാം അവിടെയുള്ള അധ്യാപകരുടെ തലയിൽ വെച്ച് ഒഴിയാനുള്ളതല്ല മാതാപിതാക്കൾ. നെഗറ്റീവും പോസിറ്റീവും ഉള്ള ഹൃദയത്തിൽ നിന്നും നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് ആക്കി എടുക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെയുള്ള മാതാപിതാക്കൾക്കുമുണ്ട്. ലഹരിക്കും മറ്റ് ദുർചിന്തകൾക്കും വിധേയമാകാതെ കുട്ടികളെ വളർത്തിയെടുക്കുവാൻ ഈ പൊതുവിദ്യാലയം മുന്നോട്ട് നിൽക്കുമ്പോൾ അതിന് ശക്തമായി മാതാപിതാക്കളും മറ്റ് സാമൂഹികമായ ഞങ്ങളെപ്പോലെയുള്ളവരും ഉണ്ടാകും. അതിന് എല്ലാവിധ നന്മകളും ആശംസകളും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ഈ സ്കൂളിന് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ. നന്ദി.